graphical representation of ideal solution. Here we take mole fraction along the x-axis and vapor pressure along the y-axis. This point here xp equals 0. ഈ പോയിന്റിൽ xp എന്ന് പറയുന്നത് 0 ആയിരിക്കും. Here xp equal to 1. xp equal to 1 means mole fraction of the solute is maximum. ഇവിടെ mole fraction of the solute ഈ പോയിന്റിൽ 0 ആയിരിക്കും. ഇവിടെ xp 1 എന്ന് പറഞ്ഞാൽ mole fraction of the solute maximum. Then we know that mole fraction and pressure are directly proportional. Mole fraction increase ചെയ്യുന്ന ഉടനെ partial pressure increase ചെയ്യും. Raoult's law അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ xp യിൽ നിന്ന് മാക്സിമത്തിലോട്ട് പോകും തോറും പ്രഷർ എന്ത് ചെയ്യുമായിരിക്കും? ഇൻക്രീസ് ചെയ്യുമായിരിക്കുമല്ലോ. മോൾ ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രഷറും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ xp ഈക്വൽ ടു 1, അതായത് xp മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് മാക്സിമത്തിൽ എത്തുമ്പോൾ അവിടുത്തെ പ്രഷർ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. അത് എക്സ് ആക്സിസിന് സ്ലാന്റിംഗ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ xp 0 ആയപ്പം പ്രഷറും 0 ആണ്. അങ്ങനെ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രഷറും ഇൻക്രീസ് ചെയ്തു. മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് മാക്സിമം എത്തിയപ്പോൾ പ്രഷറും മാക്സിമത്തിലെത്തി. ഇതിനെയാണ് പറയുന്നത് P0B is known as vapor pressure of solute. അതായത് ഒരു വോളട്ടൈൽ ലിക്വിഡാണ് നമ്മൾ എടുക്കുന്നത്. ഈ വോളട്ടൈൽ ലിക്വിഡ് എടുക്കുമ്പോൾ ലിക്വിഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക? വേപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഈ പോയിന്റിൽ വേപ്പർ ആയിട്ട് മാറുന്നതിന് തൊട്ട് മുൻപുള്ളതാണ് ഈ പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ലിക്വിഡ് വേപ്പർ ആയിട്ട് മാറിയിട്ടില്ല. അപ്പോൾ വേപ്പർ ഫേസിൽ എത്തുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾ 0 ആണ്. ഇനി xp വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലിക്വിഡ് വേപ്പർ ആയിട്ട് മാറുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ xp equal 1, അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് അറ്റ് വേപ്പർ ഫേസ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ലിക്വിഡ് വേപ്പറിലോട്ട് കൺവേർട്ട് ചെയ്ത് എന്തുമാത്രം പാർട്ടിക്കിൾസ് വേപ്പർ ഫേസിലോട്ട് എത്താവോ, അതായത് ലിക്വിഡ് ഫേസിലെയും വേപ്പർ ഫേസിലെയും പാർട്ടിക്കിൾസ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന പോയിന്റ് ആണ് xp equal to 1. അപ്പോൾ ആ വേപ്പർ ഫേസിലുള്ള പാർട്ടിക്കിൾ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ആണ് അവിടുത്തെ വേപ്പർ പ്രഷർ. അതാണ് P0B is equal to വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂട്ട് എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റിന്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ പോയിന്റില് XA equal 0, that is മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് is 0. ഇനി ഇവിടെ എത്തുമ്പോഴേക്കും റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് വരുന്തോറും XA വാല്യൂ നമ്മൾ എന്തായിട്ട് എടുക്കുക? ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ ഈ പോയിന്റിൽ എത്തുമ്പോഴേക്കും XA equal to 1, that is മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെന്റ് is maximum. അപ്പൊ ഇതേപോലെ തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ വരുന്നത്. മോൾ ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രഷറും ഇൻക്രീസ് ചെയ്യും. നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. ഇതേപോലെ എക്സ് ആക്സിസിന് സ്ലാന്റിംഗ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഹിയർ XA equal to 0, വേപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള പോയിന്റ് ആണ്. ഇനി ലിക്വിഡ് വേപ്പർ ആയിട്ട് മാറുന്നതിനനുസരിച്ച് മോൾ ഫ്രാക്ഷൻ ഇൻക്രീസസ്, ആസ് എ റിസൾട്ട് പ്രഷർ ഇൻക്രീസസ്. ആൻഡ് ഹിയർ the mole fraction of the solvent is maximum and pressure is maximum. This point is known as vapor pressure of solvent, P0A. ഇനി ഈ രണ്ട് പോയിന്റും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴുള്ളൊരു ലൈൻ കിട്ടും. അതാണ് P total എന്ന് പറയുന്നത്. This line represents P total. P total is equal to PA plus PB, partial pressure of solvent plus partial pressure of solute. This is the graphical representation of ideal solution. Next,
graphical representation of non-ideal solution, positive deviation. നമ്മൾ പഠിച്ചു non-ideal solution shows two types of deviation, positive deviation and negative deviation. In positive deviation, PA is greater than P0A into XL or PB is greater than P0B into XB. അപ്പോൾ ഒരു പോസിറ്റീവ് ഡീവിയേഷനിൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്താണോ അതിനെക്കാട്ടിൽ പ്രഷർ എങ്ങനായിരിക്കും കൂടുതലായിരിക്കും. റൗൾസ് ലോ അനുസരിച്ച് PA is equal to P0A into XL or PB equal P0B into XB എന്നാ വേണ്ടിയത്. പക്ഷേ പോസിറ്റീവ് ഡീവിയേഷനിൽ ഈ PAയും PBയും P0A into XAയെക്കാട്ടിൽ എന്തായിരിക്കും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ PB is greater than P0B into XB. അപ്പൊ ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചോദിച്ചാൽ ഐഡിയൽ സൊല്യൂഷൻ വെച്ച് നമുക്ക് ഇങ്ങനൊരു ഗ്രാഫാണ് കിട്ടേണ്ടത്. പക്ഷെ പോസിറ്റീവ് ഡീവിയേഷനിൽ ഈ വാല്യൂവിനെക്കാട്ടി കൂടുതലാണല്ലോ വാല്യൂ നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ ഇതേപോലെ ഐഡിയൽ സൊല്യൂഷന്റെ ഒരു ഗ്രാഫ് വരയ്ക്കണം. എന്നിട്ട് പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഇവിടുത്തെ കർവ് എന്ന് പറയുന്നത് ഈ ലൈന് എബോവ് ദ കർവായിട്ട് വരയ്ക്കണം. അതുപോലെ ഈ ലൈനും എബോവ് ദ പ്ലെയിൻ ആയിട്ട് വേണം നമ്മൾ കർവ് വരയ്ക്കാൻ. ഇതാണ് നമ്മളുടെ ലൈൻ. ഇതിന് എബോവ് ദ പ്ലെയിൻ ആയിട്ട് നമ്മൾ ഒരു കർവ് വരയ്ക്കാം. ഈ ലൈനും അതേപോലെ പി ടോട്ടൽ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും വരുന്നത്. ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ. ആദ്യമേ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് വരയ്ക്കുക. പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ കിട്ടേണ്ട വാല്യൂവിനെക്കാട്ടി കൂടുതലാണ്. അപ്പം കർവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലൈന് എബോവ് ദ പ്ലെയിനിലായിട്ട് നമ്മൾ എന്ത് കൊടുക്കുക, കർവ് വരയ്ക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഈ രീതിയിലുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും. നെക്സ്റ്റ്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഇൻ നെഗറ്റീവ് ഡീവിയേഷൻ. നെഗറ്റീവ് ഡീവിയേഷനിൽ PA value is less than P0A into XL or PB is less than P0B into XB. റൗൾസ് ലോ അനുസരിച്ച് PA equal to P0A into XL or PB equal P0B into XB. ഇതാണ് നമ്മുടെ ഈ ഗ്രാഫ്. റൗൾസ് ലോ അനുസരിച്ച് കിട്ടേണ്ട ഗ്രാഫാണ് ഇത്. പക്ഷേ നെഗറ്റീവ് ഡീവിയേഷനിൽ PA ഈസ് ലെസ് ദാൻ ആണ്, അതുപോലെ PBയും ലെസ് ദാൻ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഗ്രാഫ് വരയ്ക്കുമ്പം ഇതാണ് നമ്മുടെ കിട്ടേണ്ട ലൈൻ. ഇതിനെക്കാട്ടിൽ വാല്യൂ കുറവാണല്ലോ. അപ്പൊ ഗ്രാഫ് വരയ്ക്കുമ്പം ഈ ലൈന് ബിലോയായിട്ട് നമ്മൾ കർവ് വരയ്ക്കുക. എന്താണ്, നെഗറ്റീവ് ആകുമ്പോൾ വാല്യൂ കുറവായിരിക്കും. അതേപോലെ ഇതിനെക്കാട്ടിലും വാല്യൂ കുറവാണല്ലോ. അപ്പൊ ഈ ലൈനും ബിലോ ആയിട്ട് വേണം നമ്മൾ എന്ത് വരയ്ക്കാന്, കർവ് വരയ്ക്കാൻ. അതുപോലെ പി ടോട്ടലും അതേപോലെ തന്നെ വരും. വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പൊ ഈ രീതിയിലായിരിക്കും നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷനിൽ നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ്. ഓർത്തോണം, പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ കർവ് എന്ന് പറയുന്നത് എബോവ് ആയിട്ട് വരും, നെഗറ്റീവ് ഡീവിയേഷനിൽ ബിലോ ആയിട്ട് വരും. ദിസ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഇൻ നെഗറ്റീവ് ഡീവിയേഷൻ.